ഈ നമ്മുടെ അഞ്ജലിക്കുട്ടിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും ഈ കൊണ്ടുവിട്ടതും എല്ലാ കാര്യങ്ങളും ഈ കുറുപ്പാണ് ചെയ്തത്. അതിനൊപ്പം തന്നെ രാഘവനുണ്ണിയുടെ കൈകൾ കൂടി ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് മഹാസത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ അർജുൻ തിരിച്ചറിയാനായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്ന് രാവിലെ അതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവബഹുലമായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. കോടതിയിൽ മാത്രമുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു, എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗത്തെ പറ്റി രണ്ടു വാക്ക് നമുക്ക് പറഞ്ഞിട്ട് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, അതായത് രാമനുണ്ണി വക്കീല് പിക്ചേഴ്സ്, അതായത് നമ്മുടെ പത്മയുടെ പിക്ചേഴ്സ് ഒക്കെ കാട്ടിയിട്ട് വളരെ മോശമായ രീതിയിലാണ് കോടതിയിൽ, അതായത് ഈ പത്മ വളരെ മോശമായിട്ടൊരു പെൺകുട്ടിയാണ് സ്ഥാപിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ആണുങ്ങളെയൊക്കെ വലവീശി പിടിക്കുന്ന, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പോലെ വളരെ മോശമായിട്ട് കോടതിയിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പത്മയെ പറ്റി. അവർ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ്, ആ രീതിയിലൊക്കെ പറയുന്നൊരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അതായത് പത്മ കേസിൽ ഇപ്പോൾ ഓൾറെഡി രാമനുണ്ണി വക്കീലിന്റെ കയ്യിലാണ് ബോള് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുപമ കൊണ്ടുപോയി ഹാർഡ് ഡിസ്ക് കൊടുത്തതോടുകൂടി പന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഘവനുണ്ണി വക്കീലിന്റെ കോർട്ടിലായി പോയി എന്നുള്ളതാണ്. ഞാൻ മുമ്പ് എപ്പിസോഡ് വഴിയൊക്കെ പലപ്പോഴും രാമനുണ്ണി വക്കീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും രാമനുണ്ണി വക്കീൽ എന്ന് പറഞ്ഞിട്ട് വളരെ മിസ്സായിട്ടാണ്, പുള്ളിയുടെ വളരെ റോങ് ആയിട്ടാണ് ആ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ രാഘവനുണ്ണി വക്കീലിന്റെ കയ്യിൽ ഈ ഹാർഡ് ഡിസ്ക് കിട്ടിയതോടുകൂടി ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കോർട്ടിലായി പന്ത് എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അഞ്ജലിക്ക് എവിടെയും ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം സത്യവും ന്യായവും എല്ലാം അഞ്ജലിയുടെ ഭാഗത്തായതുകൊണ്ട് ഒരു പക്ഷേ പത്മ കേസിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് സംഭവിക്കും, തനിക്ക് തിരിച്ച് ഈ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും തിരിച്ച് തനിക്ക് ഈ കേസിലേക്ക് വരാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്കുട്ടിക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും കോടതിയിൽ ഒരു പക്ഷെ അഞ്ജലി മിസ്സായി പോയി എന്നുള്ള കാര്യം, ഹാർഡ് ഡിസ്ക് മിസ്സായി പോയി എന്നുള്ള കാര്യം അഞ്ജലി കോടതിയിൽ പറഞ്ഞുവെങ്കിലും കുറച്ച് ദിവസം കൂടി തനിക്ക് അനുവദിക്കണമെന്ന് ശരിക്കും അഞ്ജലി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം നടക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഇങ്ങനെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഏകദേശം. അപ്പോൾ നാളത്തെ പ്രൊമോ ഇന്ന് വന്നിട്ടുണ്ട്. നാളത്തെ പ്രൊമോയിൽ ഈ രാമനുണ്ണി വക്കീൽ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാണ് വെച്ചിരിക്കുന്നതെന്ന് ശരിക്കും എന്നെ ഷോക്കഡായി പോയി. രാഘവനുണ്ണി വക്കീൽ. അപ്പോൾ രാഘവനുണ്ണി വക്കീൽ എന്തൊക്കെ ചെയ്താണ് വെച്ചിരിക്കുന്നത് എന്ന് ശരിക്കും എന്നെ ഷോക്കഡായി പോവുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ പുള്ളി, അതായത് ഓൾറെഡി ഈ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കി, ഈ നമ്മുടെ പത്നിയെ മോശമായിട്ട് ചിത്രീകരിച്ചു, അങ്ങനെ സംഭവങ്ങളെല്ലാം രാഘവനുണ്ണി ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ തീരുന്നില്ല പുള്ളിയുടെ പരിപാടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പ്രൊമോയിൽ നമ്മൾ കാണുന്നുണ്ട്, പുള്ളി അടുത്ത സംഭവം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന, അതായത് കേസ് തങ്ങൾക്ക് അനുകൂലമാകാൻ പുള്ളി അടുത്ത സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ പ്രൊമോയിൽ കണ്ടില്ല. അതായത് ഈ കാർത്തിക് എന്ന് പറഞ്ഞാൽ അതായത് വളരെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പത്മ എന്ന് സ്ഥാപിക്കാനായിട്ടാണല്ലോ ശരിക്കും രാഘവനുണ്ണി നോക്കുന്നത്. അപ്പോൾ ഈ പത്മ വളരെ മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു പരാതി ശരിക്കും പറഞ്ഞാൽ ഈ കാർത്തിക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ കോപ്പി രാഘവനുണ്ണി ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാണ്. അതായത് ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ പത്മയെ വളരെ മോശം ഒരു പെൺകുട്ടിയാണ് സ്ഥാപിച്ചെടുക്കണം, കേസ് അവർക്ക് അനുകൂലമാക്കി മാറ്റണം എന്നാണ് അയാൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ പ്രൊമോയിൽ വന്നൊരു സീൻ എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം അർജുന് ഇതിനിടയിൽ ചാൾസോ അങ്ങനെ എന്തോ അല്ല ആ ഗുണ്ടയുടെ പേര്, അപ്പൊ അവനുമായിട്ട് ഏറ്റുമുട്ടുകയും അവനെ പിടിച്ചു എന്നുള്ള കാര്യം പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ തരകൻ SI കുടുങ്ങുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിയെ കൊല്ലാൻ ശ്രമിച്ചവനാണ്, ഈ അഞ്ജലിയും അതുപോലെ പത്മയും കൊല്ലാനായിട്ട് ശ്രമിച്ചവനാണ്
അപ്പോൾ ഇങ്ങനെയുള്ളവനെ പിടിച്ച് അർജുനായിട്ട് ഡയറക്റ്റ് കൊണ്ട് ഏൽപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തരകൻ എസ് ഐക്ക് പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല, ലോക്കപ്പിൽ ആക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല അല്ലെ. അപ്പൊ ആകെ ചെകുത്താനും കടലിന് ഇടയ്ക്ക് പെട്ടൊരവസ്ഥയിലെ തരകൻ എസ് ഐ ഉള്ളത് കേട്ടോ. അപ്പോൾ തരകൻ എസ് ഐ ഇങ്ങനെ പറയും, ഇതാണ് അതായത് തരകൻ എസ് ഐ ഇപ്പോൾ ജയിലിൽ അതായത് ലോക്കപ്പിൽ അടയ്ക്കും ഈ ചാൾസിനെ നമ്മൾ പ്രൊമയിൽ കണ്ടു. അപ്പോൾ തരകൻ എസ് ഐ അപ്പം തന്നെ കുറുപ്പിനെ വിളിച്ച് കാര്യം പറയുന്നത്, നിങ്ങൾ വിട്ടാൽ ഗുണ്ടത ഇവിടെ വന്ന് കിടപ്പുണ്ട്, അവനെ പിടിച്ചുകൊണ്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്, ആകെ പെട്ടൊരവസ്ഥയിലാണ് തരകൻ എസ് ഐ പ്രൊമയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആകെ പെട്ടൊരവസ്ഥയാണ്. മിക്കവാറും വൈകാതെ തന്നെ ഈ നമ്മുടെ അഞ്ജലിക്കുട്ടിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതും ഈ ഗുണ്ട വിട്ടതും എല്ലാ കാര്യങ്ങളും ഈ കുറുപ്പാണ് ചെയ്തത്. അതിനൊപ്പം തന്നെ രാഘവനുണ്ണിയുടെ കൈകൾ കൂടി ഇതിന് പിന്നിലുണ്ടെന്നുള്ള മഹാസത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അർജുൻ തിരിച്ചറിയാനായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയായിരിക്കും മിക്കവാറും സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് പോവുമായിരിക്കും. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ കാണുന്നത് ഒരു കാര്യം ഉറപ്പാണ്, നാളെയും കോടതിയിൽ രാഘവനുണ്ണി കസറുക തന്നെ ചെയ്യും. വെക്കാവുന്ന പത്മയുടെ കരച്ചിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അഞ്ജലി വീണ്ടും തോക്കുകയല്ല, വീണ്ടും ഒന്നും തോറ്റൊരവസ്ഥയിൽ തന്നെയായിരിക്കും നാളെ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഈ രാഘവനുണ്ണിയുടെയും കൂട്ടുകാരുടെയും ഹരിയുടെയും കുറുപ്പിന്റെയൊക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ നാളെയും നമ്മൾ കാണേണ്ടി വരും കൂട്ടുകാരെ. അപ്പോൾ ഉറപ്പാണ് അത് കാണേണ്ടി വരും എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ വിഷമിച്ച് കോടതി മുറിയിൽ നിന്ന് പോകുന്ന അഞ്ജലിനെ നമുക്ക് പത്മേനെയൊക്കെ നമുക്ക് ഈ പ്രൊമയില് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനോടൊപ്പം തന്നെ കുറച്ച് ആശങ്കയോട് കൂടിയിട്ടുള്ള രാഘവനുണ്ണിനെയും അതിനുശേഷം കോടതി മുറിയിൽ പുറത്തു നിന്ന് നമ്മൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഹാർഡ് ഡിസ്ക് കൈക്കലാക്കിയിട്ടും ഈ അഞ്ജലിയുടെ ഇത്രയും വലിയ കോൺഫിഡൻസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാഘവനുണ്ണിക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ട്. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഈ കോടതിയിൽ വാദിച്ചു, ഹാർഡ് ഡിസ്ക് സ്വന്തമാക്കി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ശരിക്കും പറഞ്ഞാൽ അഞ്ജലി എന്നിട്ടും ഈ കേസിൽ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു പോകുന്നുണ്ട്. മുമ്പ് ഒരിക്കൽ പോലും ഒരു തോൽവി പോലും രാഘവനുണ്ണി അറിഞ്ഞിട്ടില്ല. മുമ്പ് ഒരു കേസിൽ പോലും ഇത്രയും വലിയ ചലഞ്ചിങ് രാഘവനുണ്ണിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും സീനിയർ വക്കീലാണ്. പക്ഷേ ഇതിന്റെ എക്സ്പീരിയൻസ് എല്ലാം യൂസ് ചെയ്ത് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാ ലൂപ്പ് ഹോൾസും എല്ലാം യൂസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അഞ്ജലി വളരെ സ്ട്രോങ് ആയിട്ട്, ഇത്ര പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അഞ്ജലി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണിക്ക് എന്തൊക്കെയോ കുറച്ച് ആശങ്കകൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതായത് എന്തുകൊണ്ടായിരിക്കും ഇത്ര കോൺഫിഡൻസോടെ നിൽക്കുന്നത്? അങ്ങനെ ഒരു മുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോയിൽ നമ്മൾ കോടതി മുറിയുടെ പുറത്ത് വെച്ച് ശരിക്കും പറഞ്ഞാൽ രാഘവനുണ്ണി വക്കീലിനെ നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും കോടതി മുറിയിൽ ഏറ്റവും ആദ്യമായിട്ട് ആ പരാജയത്തിന്റെ രുചി രാഘവനുണ്ണി അനുഭവിച്ച് അറിയുക തന്നെ ചെയ്യും. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നല്ലൊരു എപ്പിസോഡാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ വീഡിയോസുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.